കേരളത്തിലെ പ്രിയദർശിനി ബസ് സ്കീം അത് എല്ലാവർക്കും ഇപ്പം വളരെ നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കേരളത്തിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, കേരളത്തിൽ അതിൻ്റെ പേരിൽ കഷ്ടത അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു വലിയ ഡിസ്കഷൻ, ഇത് വേണമായിരുന്നു എങ്ങനെ എന്ന് പോലും നമ്മളുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിന്ദു ദിനപത്രം കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ അതിൽ കൊടുത്തിരുന്നു. അപ്പം അതിലെ കണ്ടൻസും കൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിയദർശിനി സ്കീമിന് സമാനമായിട്ടുള്ള സ്കീമുകൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ബസ് ട്രാവൽ എന്ന് പറയുന്ന സംഭവം തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിന് മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. മലയാളികൾ പൊതുവെ അഭിമാനത്തോട് പറയാറുമുണ്ട് നമ്മൾ ഇന്ത്യക്കകത്ത് ഉള്ള മറ്റൊരു രാജ്യമാണെന്നൊക്കെ. അതൊരു പരിധിവരെ സത്യവുമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പല കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം സ്ത്രീകളുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. സ്ത്രീ സുരക്ഷ അത് ഞാൻ പൂർണ്ണമായിട്ടും മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളെക്കാൾ ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അതുപോലെ സ്ത്രീകളുടെ ജനന നിരക്ക്, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുള്ള സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള സംസ്ഥാനം. 2011 സെൻസസ് അനുസരിച്ച്, അടുത്ത സെൻസസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ എവിടെ നോക്കിയാലും സ്ത്രീകളാണ് കൂടുതൽ പുരുഷന്മാരെക്കാളും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റാണ് ഈ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പല സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആദ്യമായിട്ട് ഈ ഫ്രീ ബസ് റൈഡൊക്കെ കൊടുക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതായത് നമുക്കറിയാം, ഈ നമ്മൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിനിങ് നടത്തുന്ന ഒരു രാജ്യമാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞാൽ മലയാളം എന്താണ്? പെൺകുട്ടിയെ രക്ഷിക്കൂ, പെൺകുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യുമെന്നാണ്. സേവ് ഗേൾ ചൈൽഡ്, എഡ്യൂക്കേറ്റ് ഗേൾ ചൈൽഡ്. അങ്ങനെ ക്യാമ്പയിനിങ് നടത്തുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ രാജ്യത്തെ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. അതായത് പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും ഈ സ്ത്രീകൾ ആണ് ജനിക്കുന്നത് എന്ന് കാണുമ്പോൾ അവരെ ചോരക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ കൊല്ലുക, അല്ലെങ്കിൽ വയറിൽ ഭ്രൂണമായി വളരുന്ന അവസ്ഥയിൽ തന്നെ അതിൻ്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്തിട്ട് കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് ഉള്ളത്. അതിൻ്റെ കൂടെ ഈ പെൺകുട്ടി എങ്ങനെയും ജനിച്ച് വളർന്നു എന്ന് കരുതുക, അവളെ വിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് ചെയ്യിക്കത്തില്ല, ചെയ്താൽ പോലും സ്കൂളിൽ വിട്ടതിന് ശേഷം പിന്നെ കോളേജ് ജീവിതത്തിലേക്ക് അവരെ കടക്കാൻ അനുവദിക്കത്തില്ല. അങ്ങനെ വലിയൊരു വളരെ മോശമായിട്ടുള്ള സാഹചര്യമാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ലേബർ ഫോഴ്സിലും, അതായത് നമ്മളുടെ തൊഴിലാളികളുടെ കൂട്ടത്തിലൊക്കെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഭയങ്കര കുറവാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് വിമൻ എംപവർമെൻ്റ് ആണല്ലോ, സ്ത്രീ ശാക്തീകരണമാണല്ലോ ഇന്ത്യയിൽ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ സ്ത്രീകളെ ഒന്ന് ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടുതൽ ഈ പറഞ്ഞ തൊഴിൽ മേഖലകളിലേക്ക് പിന്നീട് തൊഴിലെടുക്കാനൊക്കെ പോകുന്നവർക്ക് ഒരു കൈ സഹായമായിട്ടാണ് ഗവൺമെൻറ്റുകൾ ഇത് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിലെ അവസ്ഥ നോക്കുക. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യാനും എല്ലാം ഒരു മടിയില്ലാതെ പോകുന്ന ആൾക്കാരാണ് കേരളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ പെൺകുട്ടികളെ ഒരു പരിധിവരെ എല്ലാ ജാതി മത വിഭാഗങ്ങളിലുള്ളവർ ഒരേ രീതിയിലാണ് അവരുടെ പെൺമക്കളെ ആൺമക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസം നല്ല രീതിയിൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അവരെ ജോലിക്ക് പോകാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന പേരൻസാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതുപോലെ ജോലിക്ക് പോകുന്നവർക്ക് ശമ്പളമാണെങ്കിലും ഇപ്പോൾ ഒരു ദിവസ വേതനത്തിന് ജോലിക്ക് പോകുന്ന ആളാണെങ്കിലും വളരെ മികച്ച വേതനമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നമ്മളുടെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഈ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചത് യഥാർത്ഥത്തിൽ യുക്തിക്ക് നിരക്കുന്നതാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു മാന്യമായിട്ടുള്ളൊരു പ്രൈവറ്റ് ജോബുള്ള ഒരു സ്ത്രീ, ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ ഒരു 1,000-2,000 രൂപ ഈ ബസ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ചെലവാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതിന് തക്കതായ ശമ്പളം ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമൂഹത്തിലേക്ക് ഈ സൗജന്യം യഥാർത്ഥത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഇത് ഈ ഇടയ്ക്ക് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു റീല് കണ്ടു. ആ റീല് എന്ന് പറയുന്നത് അത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊരു ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ എൻ്റെ അകത്ത് ഫേസ്ബുക്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു തീം എന്താണെന്ന് അറിയാമോ? കോഴിക്കോട് ആണ് ഈ സംഭവം തുടങ്ങുന്നത്. അപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേച്ചൊരു വൃദ്ധൻ ബസ്സിൽ കയറുന്നു. കൂടെ ഒരു സ്ത്രീയും കയറുന്നുണ്ട്. സ്ത്രീ വളരെ ആരോഗ്യവതിയാണ്, സർവാഭരണ വിഭൂഷിതയാണ്, ശരീരമാസകലം സ്വർണം, യുവതിയാണ്. മറ്റേ ആളൊരു 70 വയസ്സ് തോന്നിക്കുന്ന
ഒരു ദാരിദ്ര്യം ദൈന്യതയും മുഖത്ത് നിറഞ്ഞ ഒരു വൃദ്ധൻ. അപ്പോൾ ഈ വൃദ്ധനും ഈ പറഞ്ഞ സ്ത്രീയും ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സ്ത്രീക്ക് ഒരു 0 എന്നെഴുതിയ ടിക്കറ്റ് കണ്ടക്ടർ കൊടുക്കുന്നു. സ്ത്രീ എങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഓർഡിനറി ബസ്സിലാണല്ലോ ഈ പ്രിയദർശിനി സ്കീം ഉള്ളത്. അവർക്ക് ഈ പറഞ്ഞ യാത്ര സൗജന്യം, അവർക്ക് 0 എന്നെഴുതിയ ഒരു ടിക്കറ്റാണ് കണ്ടക്ടർ കൊടുക്കുന്നത്. ഇനി പുരുഷനാണെങ്കിലോ, ഈ വൃദ്ധനായ മനുഷ്യനാണെങ്കിലോ, അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഈ ക്യാൻസർ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അദ്ദേഹത്തിന് കൊടുക്കുന്ന ടിക്കറ്റ് 90 രൂപയുടെ ടിക്കറ്റാണ്. ഒന്ന് ആലോചിക്കുക. അപ്പോൾ 90 രൂപ എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഇതുപോലെ 90 രൂപ, അതാണ്ട് 200 റുപ്പീസ് അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് 2 സൈഡിലേക്കും ചിലവാകുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഒരു കോൺട്രാസ്റ്റ് ആ വീഡിയോയിൽ അത് ആര് ചെയ്യുന്നതാണെങ്കിലും വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആരോഗ്യവതിയായ യുവതിയായ സർവാഭരണ വിഭൂഷിതയായ അതായത് അവരൊരു സമ്പന്നയാണെന്നാണ് ആ വീഡിയോയിൽ അവർ വരച്ച് കാണിക്കുന്നത്. അവർക്ക് 0. അപ്പുറത്ത് വയോവൃദ്ധനായ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ദാരിദ്ര്യം നിറഞ്ഞ മനുഷ്യന് 90 രൂപ ഒരു സൈഡിലേക്ക് ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതാണോ സാമൂഹിക നീതി എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള, അതായത് നികുതിദായകരായിട്ടുള്ള അല്ലെങ്കിൽ നികുതി അടയ്ക്കാൻ തക്കവണ്ണം പര്യാപ്തരായിട്ടുള്ള വരുമാനമുള്ള സ്ത്രീകൾക്കുൾപ്പെടെ, അതായത് യാതൊരു വരുമാന പരിധിയും വയ്ക്കാതെ മറ്റ് യാതൊരു പരിഗണനയും വയ്ക്കാതെ എല്ലാ സ്ത്രീകൾക്കും ഓർഡിനറി ബസ്സുകളിൽ ഈ പറഞ്ഞ സൗജന്യം കൊടുക്കുമ്പോൾ, അതേ സമയത്ത് വലിയ രോഗബാധിതരായിട്ടുള്ള, അതേസമയത്ത് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട, അതുപോലെ പിന്നീട് ഇതുപോലുള്ള BPL ഫാമിലിയിലൊക്കെ തന്നെ ഉള്ള വയോവൃദ്ധരായിട്ടുള്ള പുരുഷന്മാർക്ക് പോലും യാതൊരു പരിഗണനയും കൊടുക്കുന്നുമില്ല. അവിടെയാണ് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇതിൻ്റെ അകത്തൊരു ലിംഗ അസമത്വത്തിൻ്റെ കാര്യം പറഞ്ഞതുള്ള ആദ്യം. ഇതല്ലാതെ വലിയൊരു പ്രശ്നം വേറെ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മുടെ KSRTC എന്ന് പറയുന്ന സംഭവം പണ്ട് തൊട്ടേ എല്ലാവർക്കും അറിയാം, വെള്ളാനയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വലിയ കടബാധ്യതയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് KSRTC. പലപ്പോഴും ഈ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, ആ KSRTC ബസ്സിലെ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് പ്രോപ്പറായിട്ട് ശമ്പളം കിട്ടാറില്ല, പെൻഷൻ കിട്ടാറില്ല. അവർ കോടതികളിലൊക്കെ പോയിട്ടാണ് അവസാനം അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് സർക്കാരിൻ്റെയും കൂടെ ഒരു കൈയച്ച് സഹായം കിട്ടുമ്പോൾ അവർക്ക് ഗഡുക്കളായിട്ടൊക്കെയാണ് പലപ്പോഴും അവരുടെ പെൻഷനും ശമ്പളമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവർ കറക്റ്റ് സമയത്ത് സാലറിയും അല്ലെങ്കിൽ പെൻഷനും ഒന്നും കിട്ടാത്തതുകൊണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പലപ്പോഴും ഇന്ത്യയിലെ പല ഓയിൽ കമ്പനികൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന ഓയിൽ കമ്പനികൾ KSRTCക്ക് ഓയിൽ കൊടുക്കുന്ന പരിപാടി, അവർക്ക് വണ്ടികൾ റൺ ചെയ്യണമെങ്കിൽ ഡീസൽ വേണ്ടേ, ഈ ഡീസൽ സ്റ്റോപ്പ് ചെയ്യുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കമ്പനിക്ക് ഡീസൽ വാങ്ങിയിട്ട് പൈസ കൊടുക്കത്തില്ല KSRTC, കാരണം അവരുടെ കയ്യിൽ പൈസയില്ല. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ KSRTCയിൽ പിന്നെ സ്പെയർ പാർട്സുകൾ ഇല്ലാത്തതുകൊണ്ട്, ആവശ്യത്തിന് സ്പെയർ പാർട്സുകൾ ഇല്ലാത്തതുകൊണ്ട് പല വണ്ടികളും കട്ടപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഭീമമായിട്ടുള്ള നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന് ഈ പറഞ്ഞ സ്കീം വഴി വീണ്ടും 2 കോടി രൂപ വീതമാണ് ഓരോ ദിവസവും നഷ്ടം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. അത് കൂടാനുള്ള സാധ്യത മാത്രമാണുള്ളതെന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഈ ഓരോ ദിവസവും 2 കോടി രൂപ വീതം നഷ്ടം എന്ന് പറയുമ്പോൾ ആ നഷ്ടം എവിടെ നിന്ന് നികത്തുന്നു? ആ നഷ്ടം നികത്താൻ ഒരുപക്ഷെ കേരള ഗവൺമെൻറ് ആ നഷ്ടം നികത്താനുള്ള പൈസ കൊടുക്കുമായിരിക്കും. ഈ പൈസ എവിടെ നിന്ന് വരുന്നു? ഈ പൈസ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ടാക്സ് പേയേഴ്സിൻ്റെ മണിയാണ്. ഈ നമ്മളെപ്പോലുള്ള നികുതിദായകരുടെ മണിയെടുത്ത് യഥാർത്ഥത്തിൽ യാതൊരു രീതിയിലും ഈ പറഞ്ഞ ആനുകൂല്യം അർഹിക്കാത്ത ഒരു വിഭാഗത്തിന് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ്. സ്ത്രീകൾ എന്നുള്ളൊരു പരിഗണന മാത്രം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ സ്ത്രീകളിൽ തന്നെ വലിയൊരു പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അതായത് ഇപ്പോൾ വേണമെങ്കിൽ പറയാം, നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, ഒരു രീതിയിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഈ ബസ് ടിക്കറ്റ് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അപ്പോൾ അവരൊരു വിഭാഗം. അതുപോലെ അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ വലിയ രോഗപീഠയാൽ വേദന അനുഭവിക്കുന്ന ആൾക്കാർ, അതുപോലെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തിൽ ഉള്ള ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ ഈ ബൈയിങ് പവർ ഇല്ലാത്തവരും കൂടെ ആയിരിക്കണം. അവരിലേക്ക് മാത്രം ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അതൊരു സോഷ്യലി ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ ഒരു വെള്ളാനയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിലെ നഷ്ടം വീണ്ടും കൂട്ടുന്ന ഒരു രീതിയിൽ എല്ലാവർക്കും ഇതെടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹിമാലയൻ ബ്ലെൻഡറായിട്ട് മാറാനാണ് സാധ്യത എന്ന് പറയുന്നത്. ഇതെല്ലാം ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു കണ്ടന്റിൽ ഇതെല്ലാം ഉണ്ട് ആ ഒരു ആർട്ടിക്കിളിൽ. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇത് പണ്ട് 90കളിൽ AK ആന്റണി ചാരായം നിരോധിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചാരായം നിരോധിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ചാരായം നിരോധിക്കുക വഴി സ്ത്രീകളുടെ എല്ലാവരുടെയും പിന്തുണ പിടിച്ചുപറ്റാണ് അവർ ശ്രമിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ചാരായം കുടിക്കുന്ന ആൾക്കാർ ചാരായം വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു. വ്യാജമദ്യം നാട്ടിലൊഴുകി മടിച്ചനെ പോലുള്ള വലിയ വ്യാജ മദ്യ ഉൽപ്പാദകർ കേരളത്തിലുണ്ടായ ഒരു വലിയ കോടീശ്വരന്മാരായ അവസാനം കല്ലുവാതുക്കൽ മദ്യ ദുരന്തം എന്ന് പറയുന്ന ഒരു വലിയ ട്രാജഡി കേരളത്തിൽ നടക്കുകയാണ്. അപ്പോൾ സർക്കാർ ആ സമയത്താണ് അവർക്ക് അവരുടെ തെറ്റ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ
യാതൊരു ഹോംവർക്കും ചെയ്യാതെ ഇത്തരത്തിൽ വലിയൊരു നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനത്തിന് നഷ്ടം വീണ്ടും കൂട്ടിയെടുക്കുന്ന രീതിയിൽ നികുതിദായകരുടെ മുകളിൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് യാതൊരു അർഹതയില്ലാത്തൊരു വലിയ വിഭാഗം ആൾക്കാർ കൂടി ഇതിൽ ഉൾപ്പെടുന്നതിനാണ് അതിൽ എതിർപ്പ് പറയുന്നത്. പിന്നെ ഇതിൽ വേറെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിൽ വലിയൊരു വിഭാഗം ആൾക്കാർ എസ്പെഷ്യലി സ്ത്രീകൾ ആണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകൾ. ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് റൂട്ട് കൊടുക്കുന്നതും ലൈസൻസ് കൊടുക്കുന്നതും ഒക്കെ ഇതേ നമ്മളുടെ ഗതാഗത വകുപ്പ് തന്നെയാണല്ലോ, ഇതേ ഗവൺമെൻറ്റിൻ്റെ. അപ്പം ഈ പ്രൈവറ്റ് ബസ്സുകൾ എന്ത് ചെയ്യും? അവർ ഈ ഓരോ റൂട്ടിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകളിൽ കയറിക്കൊണ്ടിരുന്ന ഒറ്റ ആൾക്കാരും പ്രൈവറ്റ് ബസ്സിൽ കയറുന്നില്ല. കാര്യം ആ റൂട്ടിലുള്ള ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമാണ് യാത്ര. അപ്പോൾ സ്ത്രീകളാരും കയറത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സിന് പല റൂട്ടുകളും വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു, പല ബസ്സുകളും വിൽക്കേണ്ടി വന്നു. അപ്പോൾ അവർ സ്ട്രൈക്കിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അവരോട് നമ്മളുടെ ഗതാഗത മന്ത്രിയൊക്കെ പറഞ്ഞു വെച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ. അത് എന്ത് വരുമാന മാർഗ്ഗമാണ് അവർ വേറെ കണ്ടെത്താറുള്ളത്? അപ്പോൾ അവരുടെ വയറ്റത്തടിക്കുന്ന ഒരു പരിപാടിയാണിത്. ഒപ്പം തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് നമ്മളെ കേരളത്തിൽ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഭാഗം ആൾക്കാർ, തൊഴിലൊന്നും ഇല്ലാത്ത ആൾക്കാർ, അവർ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു മേഖലയാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയുന്ന ആ ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പം ഇതുപോലുള്ള ഈ ആപ്പുകളും കൂടെ വന്നപ്പോൾ യൂബറും ഓലയും പോലുള്ള ആപ്പുകളൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിൻപുറത്തുള്ള ഓട്ടോ റിക്ഷക്കാർക്ക് അല്ലാതെ നമ്മളുടെ ടൗണുകളിലും ചെറുപട്ടണങ്ങളിലുള്ള ആൾക്കാർക്ക് അങ്ങനെയും കൂടെ ഒരു വരുമാനമായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെല്ലാവരും ഒരുവിധം സ്വയം പര്യാപ്തമായിട്ട് അവരവരുടെ കുടുംബങ്ങളും നോക്കി മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഈ നഗര ഗ്രാമ ഭേദ ഇല്ലാതെ ഈ KSRTCയുടെ ഓർഡിനറി ബസ്സുകളെല്ലാം സ്ത്രീകൾക്ക് സൗജന്യമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, KSRTCയെ പിന്നീട് ഡിപ്പെൻഡ് ചെയ്ത് എല്ലാ ആൾക്കാരും പോവുകയാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊന്നും അവരുടെ വണ്ടികളിൽ, അവരുടെ ഓട്ടോറിക്ഷകളിൽ കയറാൻ ആളില്ലാതായി. അപ്പോൾ ഒരു വലിയ ഭാഗം ആൾക്കാരുടെ ഇത്തരത്തിലുള്ള ദൈന്യതകൾ നമ്മൾ തിരിച്ചറിയണം. ഇത് ഞാൻ ഈ പറഞ്ഞത് ഇവരെ ഇപ്പം പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അല്ലെങ്കിൽ അതിലെ ജീവനക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓട്ടോറിക്ഷകളിലെ ജീവനക്കാർ, ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ കണ്ടിട്ട് നമ്മളൊരു ഏറ്റവും മികച്ച മഹത്തരമായൊരു സ്കീം വേണ്ടെന്ന് വെക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരിക്കലും വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ എത്തിച്ച് അവരുടെ സാമ്പത്തിക പരാധീനതകൾ കുറയ്ക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സർക്കാർ ചെയ്തു കൊടുത്താൽ മതി. അത് ടാക്സ് പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ആ പ്രശ്നം പരിഹരിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇത് സത്യത്തിൽ ആവശ്യമില്ലാത്തൊരു വലിയ ഭാഗം ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു 75 to 80% ആൾക്കാരും ഈ പറഞ്ഞ സൗജന്യ യാത്ര എന്ന് പറയുന്ന സംഭവം ആവശ്യമില്ലാത്ത ആൾക്കാരാണ്. ഈ സ്ത്രീകൾ ഈ സൗജന്യ യാത്രയുടെ സുഖം അനുഭവിക്കുന്ന സ്ത്രീകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണെന്ന് അറിയാമോ, സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് തരുന്നതുകൊണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു, പക്ഷേ ഇതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇല്ല. ഇത് ആവശ്യമുള്ള ഒരു 20% ആൾക്കാർ ഒരു പക്ഷേ ഞങ്ങൾ സ്ത്രീകളെ ഓരോ 100 സ്ത്രീ എടുക്കുമ്പോൾ ഒരു 20% ആൾക്കാർക്ക് ഇതിൻ്റെ റിയൽ ബെനിഫിഷ്യറി ആവേണ്ട അല്ലെങ്കിൽ മീനിങ് ഫുൾ ബെനിഫിഷ്യറി ആവേണ്ട ആൾക്കാർ കാണാം. അവർക്ക് മാത്രം ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ബാക്കി പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഒരു കൈ സഹായം വേണ്ട ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്ക് കൂടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ അത് ഫ്രീ ആയിട്ട് ഇത് എല്ലാവർക്കും കൊടുക്കാതിരിക്കുക എന്നാണ് സ്ത്രീകളിൽ ഏറിയ കൂറും പറയുന്നതെന്ന് പലരോടും സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത് ഒരു റെസിപ്പി ഫോർ ഡിസാസ്റ്റർ എന്ന് പറയുന്ന രീതിയിൽ ഹിന്ദുവിൽ ഇപ്പം വന്നൊരു ആർട്ടിക്കിൾ, അതിൻ്റെ അകത്ത് ഇതെല്ലാം പറയുന്നുണ്ട്. KSRTC എന്നൊരു വെള്ളാനയാണ്, അത് ഓരോ ദിവസവും വീണ്ടും അഡീഷണൽ 2 കോടി നഷ്ടം വരുത്തി വയ്ക്കുന്ന ഒരാവശ്യമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു. അപ്പം സൈഡിൽ കൂടെ ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സ്, അതുപോലെ ഓട്ടോറിക്ഷ ഓണേഴ്സ്, അതിലെ തൊഴിലാളികൾ, ഇവരെല്ലാവരും പതുക്കെ തൊഴിൽ രഹിതരാകുന്നു. അങ്ങനെ ഒരു അതുമാത്രമല്ല, ഇതിൽ വലിയൊരു വിഭാഗം അഫോർഡബിലിറ്റി ഉള്ള ഈ ടിക്കറ്റും അതുപോലെ സ്വന്തം സാലറിയിൽ നിന്ന് യാത്രയ്ക്ക് വേണ്ടിയിട്ട് പണം മുടക്കാനൊക്കെ കഴിവുള്ള ആൾക്കാരുമൊക്കെ ആയിട്ടുള്ള പലർക്കും അല്ലെങ്കിൽ 80% ഈ ബെനിഫിറ്റ് ആവശ്യമില്ലാതെ കൊടുക്കുന്നു. അങ്ങനെ നമ്മളെപ്പോലുള്ള മറ്റ് നികുതിദായകരുടെ പിന്നീട് ചുമലിൽ ഒരു ആവശ്യമില്ലാത്തൊരു അധിക ഭാരം വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. മൊബിലിറ്റി ഉറപ്പായിട്ടും സ്ത്രീകൾക്ക് വേണ്ടതാണ്. കാര്യം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലമാണിത്. അപ്പോൾ അവർക്ക് എല്ലാ മേഖലയിലും ഒരു കൈത്താങ് സർക്കാർ കൊടുക്കുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളും കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു മൊബിലിറ്റി വിഷയത്തിൽ കേരളത്തിലെ സ്ത്രീകൾ ആക്ച്വലി ഇപ്പോൾ അങ്ങനെ വലിയ പ്രശ്നം നേരിടുന്നവരല്ല. അപ്പം അതുകൊണ്ടാണിത് ഒരു യൂണിവേഴ്സൽ സ്കീമായിട്ട് മുഴുവൻ പേരിലേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ നടപ്പാക്കുന്നത്. വോട്ട് കിട്ടാൻ വേണ്ടി നടത്തിയ ഒരു പ്രീപോൾ പ്രോമിസാണ്. പക്ഷേ ഈ പ്രീപോൾ പ്രോമിസിൻ്റെ വരായികൾ നമ്മൾ മനസ്സിലാക്കാതെ ചുമ്മാ ഓരോ പ്രോമിസസ് കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. ഭാവിയിൽ ഇത് വലിയ ഗുണം ഒന്നും ദൂരവ്യാപകമായിട്ടുള്ള പിന്നീട് എന്താ പറയുന്നത് വലിയൊരു വാക്കുപയോഗിക്കാൻ എനിക്കറിയാം, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളൊക്കെയാണ് നമ്മളിത് പറയുന്നത്. ഇതൊരു വലിയൊരു നമ്മളുടെ സമൂഹത്തിൽ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പര്യാപ്തമായിട്ടുള്ളൊരു സ്കീമൊന്നും അല്ല. കേൾക്കാൻ നല്ല രസമുണ്ട്,
കുറച്ച് സ്ത്രീകളുടെയൊക്കെ കുറച്ച് വോട്ടും ഒക്കെ ഒരുപക്ഷെ നേടാൻ അത് സഹായിച്ചേക്കും എന്നുള്ളതിനപ്പുറം കേരളം പോലുള്ള സോഷ്യലി വളരെ മൊബൈലായിട്ടുള്ള, സോഷ്യലി വളരെ പ്രൂവ്ഡ് ആയിട്ടുള്ള, അതുപോലെ വിമൻ വളരെയധികം എംപവേർഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സ്കീമുകളുടെ ഒരാവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവർക്കൊക്കെ തൊഴിൽ കൂടുതലായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതുപോലെ നമ്മളുടെ പെൺകുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മളുടെ നാട്ടിൽ തുടങ്ങുകയും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാതെ ഇവിടെ തന്നെ പഠിക്കാൻ ഉതകുന്ന നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുകയും ഇതൊക്കെയാണ് അവർക്കൊക്കെ വേണ്ടത്. അല്ല കുറേ ഫ്രീബീസ് എന്ന് പറയുന്നത് ആവശ്യമുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ പറഞ്ഞേക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടല്ലോ, അത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. 20 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. അത് UDF പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണ്. രാഹുൽ ഗാന്ധിക്ക് വന്ന് പ്രോമിസ് ചെയ്ത കാര്യമാണ്. അത് ഷുവറായിട്ട് നടപ്പാക്കണം. കാരണം എന്ന് വെച്ചാൽ അത് BPL കുടുംബങ്ങൾക്ക് അതൊരു വലിയ ഒരു ഗുണമുള്ള കാര്യമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലാകമാനം ആൾക്കാർ ദാരിദ്ര്യത്തിലേക്ക് പോകാനൊരു പ്രധാന കാരണം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഫോർ ട്രീറ്റ്മെൻ്റ് ആണ്. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് പൈസ ചിലവാക്കേണ്ടി വരുന്നൊരവസ്ഥ. അത് വലിയൊരു അസുഖമൊക്കെ ഒന്ന് പിടിപെട്ടാൽ ലക്ഷങ്ങൾ ചിലവാകും. ചിലപ്പോൾ സ്വന്തം കിടപ്പാടം എഴുതി വിറ്റ് ഒക്കെയാണ് പലരും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ 20 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ 4 മടങ്ങാണ് ഈ പറഞ്ഞ 20 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. അത് നടപ്പാക്കാൻ പറ്റിയാൽ മസ്റ്റായിട്ട് നടപ്പാക്കണം. അതിന് വേണ്ടിയിട്ട് ഉള്ള ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിക്കണം. അല്ലാതെ വെറുതെ ഒരു ദിവസം 100 രൂപ ബസ് കൂലിയായിട്ട്, ഈ സത്യം പറഞ്ഞാൽ ഒരു ഡെയിലി വേജ് ഏണറായിട്ട് പോകുന്ന ആളിനും ഓൾമോസ്റ്റ് 800 രൂപ മിനിമം തൊട്ട് അതിന് മുകളിലേക്ക് സാലറി എല്ലാവരും കേരളത്തിൽ കിട്ടുന്നുണ്ട്, വേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമൂഹത്തിൽ ഈ പറഞ്ഞ ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ് ഈ പറഞ്ഞ ഫ്രീ ആയിട്ടുള്ള ബസ് റൈഡ് എന്ന് പറയുന്നത്, ബസ് ട്രാവൽ എന്ന് പറയുന്നത്. അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ആസ്പെക്ട്സാണ് കൂടുതലും പോസിറ്റീവ് ആസ്പെക്ട്സിനെക്കാളും കൂടുതൽ. അതേസമയത്ത് എല്ലാവർക്കും ഒരുമിച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ BPLകാർക്ക് ആണ് ഇപ്പം ഏറ്റവും ആവശ്യം ഈ പറഞ്ഞ 20 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. അത്തരത്തിലുള്ള പദ്ധതികൾ സർക്കാർ കൊണ്ടുവന്ന് ആവിഷ്കരിച്ച് നടപ്പാക്കട്ടെ. അല്ലാതെ KSRTCയെ തകർക്കുന്ന, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ഓണേഴ്സിനെ തകർക്കുന്ന, ഓട്ടോറിക്ഷ തൊഴിലാളികളെ തകർക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സ്കീം അത് പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കണമെന്നല്ല പറയുന്നത്. അതൊന്നുകൂടെ സ്റ്റഡി ചെയ്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ഒരു 20-25% ജനങ്ങൾ, അവർ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമുള്ളത്, അവർക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ട് അവർ സർക്കാരിനോട് നന്ദിയുള്ളവരായിരിക്കും. അവർ സർക്കാരിൻ്റെ വോട്ട് ബാങ്കായിട്ട് എന്നും തുടരാനുള്ള വലിയ സാധ്യതയുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ വെറുതെ കിട്ടുന്ന സൗജന്യം ഒരിക്കലും അവർ ആ കാര്യത്തിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കത്തില്ല. അതുവഴി സർക്കാരിന് അവരുടെ ഇടയിൽ ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത് അവർക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം കിട്ടുമ്പോൾ അവർ ചുമ്മാ അത് എൻജോയ് ചെയ്യുമെന്നല്ലാതെ ഒരു കാരണവശാലും അതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനോട് അവരൊരു ഗ്രേറ്റ്ഫുൾനെസ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.